ഹലോ ഫ്രണ്ട്സ്, നൂർജു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഇലയടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ചക്ക വെച്ചിട്ടാണ് ഈ ഒരു അട ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്കൊക്കെ കിട്ടുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ തന്നെ കഴിക്കാതെ ഇതേപോലെ അടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഇതെല്ലാവർക്കും കഴിക്കുകയും ചെയ്യുക. ഇത് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കുന്നതല്ലല്ലോ, നമ്മൾ ആവിയിലല്ലേ വേവിക്കുന്നത്. അപ്പോൾ അതിനെക്കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി കിട്ടും. അട ഉണ്ടാക്കാനുള്ള ആവശ്യാനുസരണമുള്ള ചക്ക എടുക്കുക. ഞാനിവിടെ ഒരു 15 ചുള വരിക്ക ചക്കാണ് എടുത്തത്. ഇത് ഞാൻ കുരുവൊക്കെ പോക്കി മിക്സിൻ്റെ ജാറിലേക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്താണ് കേട്ടോ. അത് നല്ല പഴുത്ത ചക്കാണ്. അപ്പോൾ കുറച്ച് പഴുപ്പ് കുറഞ്ഞ ചക്ക ആണെങ്കിൽ ഇത് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് മിക്സിൻ്റെ ജാറിലിട്ട് അടപ്പിട്ട് ഞാനിത് നല്ലോണം അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കണ്ട, നന്നായിട്ട് അടിച്ചെടുത്തോളൂ. അപ്പോൾ നല്ല പഴുത്ത ചക്ക അതിനെക്കൊണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതാ അരച്ച ചക്ക ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്ത്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഇതിലേക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കട്ടോ. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ചക്കക്കുരുവാണ്. അപ്പോൾ ആ ചക്കക്കുരു വറുക്കുന്ന വീഡിയോ ഞാൻ ചക്ക നിറയ്ക്കുന്നൊരു വീഡിയോ ഇട്ടീനിയല്ലോ ഞാൻ ഇതിൻ്റെ മുൻപ്. അതിൽ ഞാൻ ചക്കക്കുരു വറുക്കുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാനതൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ചക്കക്കുരു എങ്ങനെ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ കഴിയാന്നുള്ളത്. വെള്ള തൊലിയൊക്കെ പോക്കിയിട്ട് അതിൻ്റെ ചുവപ്പ് തൊലിയൊന്നും പോക്കണ്ട കേട്ടോ. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ നേരിയതായിട്ട് അരിഞ്ഞിട്ടാൽ മതി. എന്നാൽ പെട്ടെന്ന് വറുത്ത് കിട്ടുകയും ചെയ്യും. ഈ ചക്കക്കുരു നമ്മൾ ഇങ്ങനെ വറുക്കുന്ന സമയത്ത് ഒരു പൊട്ടി തെറിക്കല്ലോ വേവുമ്പോൾ. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ചെയ്താൽ. ഇപ്പോൾ നിങ്ങൾക്ക് മൺചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതൊരു പാത്രത്തിലും ഇത് വറുത്തെടുക്കുക. ലേശം അടി കട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വറുത്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് ഈ ചക്കക്കുരു അരിഞ്ഞിട്ടത് ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ ചക്കക്കുരു ഇടണം താല്പര്യമില്ലെങ്കിൽ ഇടുകയും വേണ്ട കേട്ടോ. തേങ്ങൻ്റെ ഫില്ലിങ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഈ ചക്കക്കുരു ഒന്നങ്ങ് തണിഞ്ഞതിന് ശേഷം ഇത് കൈവച്ച് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. ഇത് ഇങ്ങനെ ചെയ്യണമെന്നില്ല. ചെറിയ മിക്സിൻ്റെ ജാറുണ്ടാവില്ല, അതിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിവിടെ ചെറിയ കഷ്ണം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു തവ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ചൂടായ പാനിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു 3 അച്ച് ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നങ്ങ് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്തതാണ് കേട്ടോ. ഇതിലെന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിലോ, അപ്പം നിങ്ങളെ കയ്യിൽ കരടൊന്നും ഇല്ലാത്ത ശർക്കരപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, നിങ്ങളെ മധുരത്തിനനുസരിച്ച്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുറി തേങ്ങ ആണ് കേട്ടോ, ഒരു തേങ്ങൻ്റെ പകുതി. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ അട ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ഫില്ലിങ്ങും കൂട്ടിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 3 ഏലക്കായ ചതച്ചതും ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്, ഫ്ലെയിമൊന്നും കൂട്ടി വെക്കണ്ട. പിന്നെ നമുക്ക് ഈ ഇതിൽ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് ചക്കൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ചക്കൻ്റെ മിക്സ് അല്ല ചക്കൻ ഉണ്ടെങ്കിൽ ചെറുങ്ങനെ അരിഞ്ഞിട്ടിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിതിൽ നിന്ന് നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചതിൽ നിന്ന് ഒരു 3 സ്പൂണ് ചക്കൻ്റെ മിക്സ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചക്കൻ്റെ അടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു ഫില്ലിങ് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൽ ചക്കൻ്റെ ഈ വെള്ളവും അതേപോലെ ശർക്കരൻ്റെ ഇതിലുള്ള വെള്ളം എല്ലാം ഒന്ന് വറ്റി തേങ്ങയിൽ പിടിച്ച് നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് ഈ ടൈമിൽ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. ഇനി മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ നമ്മൾ പൊടിച്ച് വെച്ച ചക്കക്കുരു ഇല്ലേ, വറുത്ത് പൊടിച്ച് വെച്ച അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക. എന്നിട്ട് വറ്റിച്ചെടുത്ത് ഫ്ലെയിം ഓഫാക്കി ഇതാ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂട് തണയട്ടെ. ഇനി നമ്മൾ അടിച്ച് വെച്ച ചക്കൻ്റെ മിക്സ് ഇല്ലേ,
ഇത് കുറച്ച് ലൂസ് ഉണ്ടല്ലോ, അപ്പോൾ ഇത്തിരി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതിയേ. ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത് ഉപ്പും പൊടിയാണ് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കുകയാണ്. ഒരുപാട് കട്ടിയൊന്നും ആക്കണ്ട, കുറച്ചൊരു ലൂസിൽ നിന്നോട്ടെ. അപ്പോൾ ആവശ്യാനുസരണം പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ച്, അപ്പോൾ കുറച്ചും കൂടി വേണ്ടിയിരുന്നു. അപ്പോൾ ലേശം കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടാകെ ഒരു 1/2 കപ്പ് അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി വരും കേട്ടോ. കറക്റ്റ് അളവൊന്നും പറയാനാവില്ല, കാരണം ഓരോ ചക്കയിൽ എങ്ങനെയാണോ വെള്ളം ഉള്ളത് അതിനനുസരിച്ചാണ് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് ലൂസും ആക്കി എടുക്കേണ്ട, ഒരുപാട് കട്ടിയും വേണ്ട. ആ ഒരു പരുവത്തിലാട്ടോ ഞാനിവിടെ ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 സ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതല്ല വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. ഒന്നും ചേർക്കുന്നില്ലെങ്കിൽ ഒന്നും ചേർക്കണ്ട കേട്ടോ. ഒന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളിത് ആവിയിലല്ലേ വേവിച്ചെടുക്കുന്നത്, നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ നെയ്യും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടോ. അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടി 1 സ്പൂണിൻ്റെ അടുത്തും കൂടിയും അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടാകെ ഒരു 1/2 കപ്പ് പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഇലയിൽ ഈ ഒരു അട ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുൻപായിട്ട് ഇല നന്നായിട്ട് കഴുകി ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അട ഉണ്ടാക്കുന്ന ടൈമിൽ മടക്കുമ്പോൾ ഇല പൊട്ടിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഒന്ന് സ്റ്റൗമ്മ കാട്ടി ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഇലയൊക്കെ വാട്ടിയെടുക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ്ങൊക്കെ നല്ലോണം ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഇല ഇതേപോലെ വെച്ചിട്ട് കുറച്ച് അതിൽ നിന്ന് മാവെടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുത്താലും മതി. ഇനി അതല്ല കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം സ്പൂൺ കൊണ്ടൊന്ന് ഇങ്ങനെ എടുത്ത് ലെവലാക്കി കൊടുത്ത് പിന്നെ ഒന്ന് കൈ കൊണ്ട് നൈസാക്കിയിട്ടാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടിക്കൊന്നും ഈ അട ഉണ്ടാക്കിയെടുക്കണ്ട. നൈസായാലും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതാ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ പരത്തുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ പറ്റി പിടിക്കുന്നുണ്ട് പൊടിയുന്നുണ്ടെങ്കിൽ ഒന്ന് കൈയൊന്ന് നനച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. എനിക്കിവിടെ ആ നെയ്യ് ചേർത്തതിനെ കൊണ്ട് കയ്യിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പം ഞാനിതാ ഇതേപോലെ നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്ത് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ എത്ര വലുപ്പത്തിലാണോ അട അതേപോലെ പരത്തിയെടുക്കുന്നത് അതിനനുസരിച്ച് ഫില്ലിങ്ങും വെച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ 2 സ്പൂണ് ഫില്ലിങ്ങാണ് വെച്ച് കൊടുത്തത്. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഇതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ മടക്കുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാനാണ് വാഴൻ്റെ ഇല ഒന്ന് വാട്ടിയെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാ എല്ലാ അടയും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇറ്റിൽ ചെമ്പിലിട്ടിട്ടാണ് കേട്ടോ ആവി ഒളിച്ചെടുക്കുന്നത്. അപ്പോൾ ഇറ്റിൽ ചെമ്പിൽ വെള്ളം വെച്ച് നന്നായി തിളച്ചതിന് ശേഷം ആ ഇറ്റിൽ ചെമ്പിൽ ആവി കൊള്ളുന്ന തട്ടുണ്ടാവില്ലേ, അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ എല്ലാ അടയും ഇതേപോലെ അട്ടിക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 20 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മതി, നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഇതാ വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. ആവിയും ഇങ്ങനെ വരണം. ഈ ടൈമിലാണ് ഇറ്റിൽ ചെമ്പിൻ്റെ മുകളിലേക്ക് ഈ തട്ടിൻ്റെ മുകളിലേക്ക് ഇത് ഓരോന്നും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ അടയും ഞാനിതാ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം അടച്ച് വെച്ചിട്ട്. അപ്പോൾ ഇത് കുറച്ച് അട അതിനെ കൊണ്ട് 10-20 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അടക്കം ഉണ്ടെങ്കിൽ ഒരു 10-25 മിനിറ്റ് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇല ഒന്ന് പൊന്തിച്ച് നോക്കി ഒന്ന് തൊട്ട് നോക്കിയാൽ മതി കേട്ടോ. കയ്യിൽ പറ്റുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതാ ഇവിടെ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ അതൊന്ന് തുറന്ന് നോക്കിട്ടോ. അപ്പോൾ എൻ്റെ അട ഇവിടെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇലയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്തിടാം. അപ്പോൾ ഞാൻ ഈ ഇലയോട് കൂടി തന്നെയാണ് കേട്ടോ പ്ലേറ്റിലേക്ക് എടുത്തിട്ടത്. നല്ലോണം ചൂട് കഴിഞ്ഞാൽ ഇത് ഇലയിൽ നിന്ന് എടുത്തിട്ടിങ്ങാണ്ട് അങ്ങനെ പ്ലേറ്റിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞങ്ങളിത് ഇലയോട് കൂടി തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഈ ഇലയിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ അടയും ഞാനൊരു പ്ലേറ്റിൻ്റെ അകത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. ചൂടുണ്ട് കുറച്ച്, നല്ലോണം ചൂട് കഴിഞ്ഞിട്ടൊന്നുമില്ല.
അപ്പോൾ അതാ എൻ്റെ അട കണ്ടില്ലേ, ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ ഉള്ളിൽ വെച്ചെടുത്ത ഫില്ലിങ് ഇങ്ങനെ നെതലടിച്ച് പുറത്തേക്ക് കാണുന്നുണ്ടല്ലേ. അപ്പോൾ അത്രയും നൈസായിട്ടാണ് ഈ അട നമ്മളിവിടെ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം തന്നെങ്കിലും ചക്കൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. അപ്പോൾ നിങ്ങളെ കമൻറ്റും നിങ്ങളെ ലൈക്കും ഒക്കെ പ്രതീക്ഷിച്ചും കൊണ്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.